എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആനിമൽ ആശ്രമത്തിലാണ്. ഈ ഗേറ്റ് കടന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 450-ലധികം നായ്ക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൃഗങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഞാൻ ഈ ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പ്രവേശന കവാടം. നമ്മുടെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൊക്കെ ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ആശ്രമം. സൗന്ദര്യവും ആരോഗ്യവും അതുപോലെ തന്നെ സാമ്പത്തികവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു ജീവിയാണ് നായ്ക്കൾ. കാരണം നമ്മൾ ആരോഗ്യം പ്രശ്നമല്ല, നായ്ക്കൾക്ക് സ്നേഹത്തിന് വേണ്ടി ആരോഗ്യം പ്രശ്നമല്ല, അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നമല്ല. നമ്മൾ ദാരിദ്ര്യാവസ്ഥയിലാണേലും നമ്മുടെ ഒപ്പം തന്നെ, യജമാൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒപ്പം നമ്മളോട് സ്നേഹം കാണിച്ച് നമ്മുടെ കൂടെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ 4 ഇരട്ടി സ്നേഹം നമുക്ക് തിരിച്ചു തരുന്ന ഒരേ ഒരു ജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നായ്ക്കളാണ്. അപ്പം നായ്ക്കൾ ഉപദ്രവകാരികളായിട്ടുള്ള നായ്ക്കളുമുണ്ട്, അല്ലാത്ത നായ്ക്കളുമുണ്ട്. പക്ഷേ 190% നായ്ക്കളും ഉപകാരം ചെയ്യുന്ന നായ്ക്കൾ തന്നെയാണ്. നായ്ക്കൾ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹം നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. പല ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പല ആൾക്കാർക്കും, പല അമ്മമാർക്കും നായ്ക്കൾ, മക്കളൊക്കെ വിദേശത്തേക്ക് ജോലിക്കായിട്ട് പോയിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്രയം നായ്ക്കൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ചെറുതിനെ വിളിക്കും, ഞങ്ങളുടെ നമ്പർ വിളിച്ചാൽ മതി. കൊടുക്കുവോ? കൊടുക്കും അല്ലേ? അതെയോ? അതിന് ചെവി മുറിഞ്ഞു പോയതാണോ? ഇതെങ്ങനെയാണ് ചെവി മുറിഞ്ഞു പോയത്? അതെയോ? അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിച്ചാണോ അല്ലേ അതിനെ? കമ്പി കുടുങ്ങിയതാണ് ഇതില്, കെണി വെച്ചത്, പന്നിക്ക് കെണി വെച്ചില്ല. കൈ പോയല്ലേ? ആ കൈ ഒരു 3 വർഷമായി വന്നിട്ട്. അതെല്ലേ? ഈ അസുഖം ആയിട്ട് കിടക്കണവരുണ്ട്, വണ്ടി ഇടിച്ച്. ഇത് വണ്ടി ഇടിച്ച് കിടക്കുന്നല്ലേ? തീർത്ത് അവസാനമാണ് നട്ടെല്ലാം താർന്നു പോയി. വണ്ടി ഇടിച്ച് എത്ര വണ്ടി ചേട്ടാ? വണ്ടി ഇടിച്ചത് അവിടെ ഉണ്ട് പോലെ 10-15 പേരുണ്ട്. 15 പേരുണ്ടല്ലേ? വണ്ടി ഇടിച്ചു. ഓരോ അസുഖങ്ങളല്ലേ? കഴുത്തില് സ്കിൻ ഡിസീസ് ഒക്കെ അല്ലേ? എന്തോ
കമ്പിളിയല്ലേ അതല്ലേ മാറി അതല്ലേ അത് റോപ്പ് ഉപേക്ഷിച്ചത് ട്യൂമറായിട്ട്. ട്യൂമറാണോ അതിന്? റോപ്പ് ഉപേക്ഷിച്ച് പോയതാ. എവിടെ ട്യൂമർ എവിടെയാ? വയറ്റില്. അതെയോ? വയറ് അതാ ഇടിച്ച് കിടക്കുന്നല്ലേ? അത് മാറില്ല. ഇത് മാറിയല്ലേ? മാറി വീണ്ടും വീണ്ടും വരും അല്ലേ? ചേട്ടാ ഇത് എന്താ ആക്സിഡന്റ് പറ്റി കൈ മുറിച്ചത്. അതിനെ കുറച്ച് പ്രശ്നമുള്ള ഡോഗാണ്. കൈ പോയോ? കൈ പോയതാ. സർജറി കഴിഞ്ഞ വീണ്ടും പഴുപ്പ് വന്നു തുടങ്ങി. കുറെ കാലമായി സർജറി കഴിഞ്ഞു. അപ്പുറം കിടക്കുന്നതിന്റെയോ? അത് വണ്ടി ഇടിച്ചതാ. ഇന്ന് ഇടിച്ചാണോ? ഇന്ന് ഇടിച്ചല്ല, അത് മാവേലിക്കരുന്ന് കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ? സുഖമില്ല ഇപ്പൊ. അതെല്ലേ? കിടപ്പാണ് കൊണ്ട് കാണിച്ചതാ. അതെല്ലേ? അതെ, ഇവിടുത്തെ അഡ്രസ്സോ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുമോ? ഇത് പാലക്കാട് ജില്ലയിലെ പഴമ്പാലക്കോട് എന്ന സ്ഥലത്തുണ്ട്. പഴമ്പാലക്കോട്. പേരെങ്ങനെയാ? എൻ്റെ പേര് പ്രദീപ്. എത്ര കാലമായി ചേട്ടാ? ഇത് ഇപ്പൊ ഇവിടെ വന്നിട്ട് 1.5 വർഷം ആവണ്. ഈ ആശ്രമം തുടങ്ങിയിട്ട് 1.5 വർഷം ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 7ാമത്തെ സ്ഥലമാണിത്. 7ാമത്തെ സ്ഥലമാണ്. ഇതിപ്പോ 10 കൊല്ലത്തേക്ക് റെന്റിന് എടുത്തേക്കാം. 10 കൊല്ലത്തിന്. സംഭവം എന്താ വെച്ചാൽ അത് പലയിടത്തും റെന്റ് ആയ കാരണം പല പ്രശ്നങ്ങളുണ്ടാവും ആളുകളായിട്ട്. കഴിഞ്ഞ തേനൂരായിരുന്നു ആദ്യം, പിന്നെ പല്ലാർമംഗലം എന്ന സ്ഥലമുണ്ട്, ഇലക്കിടി, അവിടേക്ക് മാറ്റി. ഇതിൻ്റെ കുഴപ്പം വെച്ചാൽ ആളുകൾ ഇപ്പോൾ ശല്യം ഇല്ലെങ്കിലും അവരുണ്ടെന്ന് വരുത്തി തീർക്കും. അപ്പോൾ മിക്കവാറും അവരെ ഓണർമാരെ ഈ സ്ഥലത്തിൻ്റെ റെൻ്റ് ഓണറെ അവർ ഭീഷണിപ്പെടുത്താൻ ചെയ്തിട്ട് നമ്മളിവിടെ മാറ്റും. അങ്ങനെയാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവം ഉണ്ടല്ലേ? ഏകദേശം ഇപ്പോൾ ഒരു ഓർമ്മയ്ക്കുന്ന കാലം മുതൽ എൻ്റെ വീട്ടിൽ 10-25 പൂച്ച ഉണ്ടായിരുന്നു. അതുപോലെ നായ, അതിൽ കൂടുതൽ നായ ഉണ്ടായിരുന്നു. നായ എന്ന് പറഞ്ഞാൽ തെരുവ് നായാണ് അധികം ഉണ്ടാവുക. അപ്പോൾ അച്ഛനൊക്കെ എടുത്ത് കൊണ്ടുവരും വീട്ടിലേക്ക്. പക്ഷെ അന്നിങ്ങനെ റെസ്ക്യൂ എന്നുള്ള പരിപാടി അല്ല. അത് കുട്ടികളെ കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുവരിക, പിന്നെ അവിടെ പ്രസവിക്കണതിനൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കും, വളർന്നു വരാൻ ഭക്ഷണം കൊടുക്കുക. പിന്നെ 90 കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലഘട്ടം വളരെ എല്ലാ ഭാഗത്തും പട്ടിണിയുടെ കാലഘട്ടമാണ്. ഞങ്ങൾ റേഷനറി ഉപയോഗിച്ചിരുന്നു അന്നൊക്കെ, റേഷനറി കൊടുത്തിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ വരെ നമ്മൾ നായും പൂച്ചയും അങ്ങനെ മൃഗങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇറാഖും കുവൈറ്റല്ല യുദ്ധം ഉണ്ടായിരുന്നു. അതെ, ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. റേഷനറി പോലും കിട്ടാത്ത അന്ന് പച്ചരിയാണ് വെച്ചിട്ട് കൊടുത്തിട്ടാണ് ആ കാലഘട്ടത്തിൽ. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. അത് 91-ലാണെന്ന് തോന്നുന്നു. ഈ 450 എന്ന എണ്ണസംഖ്യയിലേക്ക് എത്ര കാലമായി എത്തിയിട്ട്? അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചില അസുഖം കഴിഞ്ഞാൽ, അസുഖം മാറി കഴിഞ്ഞാൽ ചിലനോട് പറഞ്ഞയക്കും. ഈ നായ്ക്കൾക്കെല്ലാം ഇഞ്ചക്ഷൻ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യണതാണ്. പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പ്. പേവിഷബാധ മാത്രമല്ല, മൾട്ടി വാക്സിൻ എന്ന വാക്സിൻ ഉണ്ട്. ഈ വൈറസ് പ്രതിരോധം 7 അസുഖം 9 അസുഖം അതിനെ പ്രതിരോധ മരുന്നുണ്ട്. അതിനെ കുറച്ച് വില കൂടുതലാണ്. ആ മരുന്ന് വരെ 600 രൂപ അതിന് വിലയുണ്ട്. നമുക്കത് മൊത്തം എടുക്കുമ്പോൾ പൈസ കുറവും തരും. അതുവരെ ചെയ്യും എല്ലാറ്റിനും. വൈറസ് ബാധ വരണ്ടിക്കാനും മറ്റുള്ള ചെള്ളുപനി മറ്റേ എലിപ്പനി മുതലായ പാറോ ഡിസ്റ്റംബർ അങ്ങനെ അസുഖങ്ങൾ വരാണ്ടിരിക്കാനുള്ള ഒരു പ്രതിരോധ മരുന്ന് വരെ ഞാൻ ചെയ്യും എല്ലാറ്റിനും. അപ്പം എത്ര കാലമായി ഇത് ഈ നായ്ക്കളുടെ എണ്ണം 100 എന്ന സംഖ്യയിലേക്ക് എത്തിയിട്ട്? 100 സംഖ്യത്തിൽ ഒരുപാട് കാലമായി. ഇപ്പോൾ സംഖ്യ ഞാൻ സത്യം പറയാൻ എണ്ണാറുന്നില്ല. ചിലപ്പോൾ ഏകദേശം ഒരു കണക്കെടുക്കും. എണ്ണം കിട്ടിയപ്പോൾ കണ്ടില്ലേ, എണ്ണാൻ പറ്റില്ല. അവരവിടെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കണം. എല്ലാത്തിനും പേരും അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഞങ്ങളെല്ലാവരും വരുമ്പോൾ രജിസ്റ്റർ ചെയ്യും. ഇവിടെ പേര് എല്ലാം പേരും കാര്യങ്ങളും. ഇവിടെ കത്തി ഒരു ദിവസം ഇവിടെ കംപ്ലീറ്റ് കത്തി, രാത്രി ബാക്ക് ഭാഗം കത്തിയിട്ടുണ്ട്. ഫയലും മാത്രമല്ല, ഒരു ഫ്രീസർ പോയി, ഫ്രിഡ്ജ് പോയി. അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഒരു ഐഡിയ ഇല്ല അത് എന്ത് സംഭവിച്ചാൽ. ഇപ്പം നമ്മൾ ആളുകളെ കുറ്റം കത്തിച്ചത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സാധ്യത എന്താ വെച്ചാൽ 2-3 സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു സാധ്യത നമ്മൾ പറയണത് ഷോർട്ട് സർക്യൂട്ടാണ്. രണ്ടാമത് പറയണത് ചിലപ്പോൾ രാത്രി ഇപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല, ആരെങ്കിലും കത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് മാത്രം നമ്മൾ രാത്രിയിലായിരുന്നു. ഏത് സമയത്ത്? രാത്രി ഉണ്ട്, ഒരു 7 മണിയാകുമ്പോൾ. 7 മണിയാകുമ്പോൾ. ഏത് വർഷമാണ്? ഏത് ഇയറാ? ഇപ്പോൾ ഈ ജനുവരിയില്. അപ്പൊ കുറെ ഫയലൊക്കെ അതിൽ പോയി. എല്ലാവരും ഇതായാലുണ്ടായിരുന്നു. അതെ അല്ലേ? ഈ ഡോഗിന് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല? അവർക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇത് എല്ലാവരും കൂടി ഒച്ചയെടുത്ത് കാണുമല്ലോ. ഇവിടെ കുറച്ച് ആൾക്കാർ കണ്ടു ഇത് കത്തുന്നത്. അങ്ങനെ വന്നപ്പോൾ അവര് എന്നെ വിളിച്ച് പറഞ്ഞു, ഫയർഫോഴ്സൊക്കെ വന്നു കെടുത്തിയത്. അങ്ങനെ കുറച്ച് ഇതൊക്കെ സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിച്ചു ആ സമയത്ത്. അവിടെ ഫുള്ള് കത്തിപ്പോയി. ഫയല് കാര്യങ്ങളെല്ലാം പോയി. ഫയലും അങ്ങനെ പോയി. ഒരുപാടുണ്ടായിരുന്നു. കാരണം കുറെ വർഷത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
ഈ ആനിമൽസിനോട് സ്നേഹം പാരമ്പര്യമായിട്ടുള്ളതാണോ? ആ, നമ്മുടെ വീട്ടുകാർക്കൊക്കെ താല്പര്യമാണ്. പപ്പയ്ക്ക് ഇഷ്ടമായിരുന്നോ? ആ, അച്ഛനും ഇഷ്ടമാണ്. അമ്മ ഇപ്പോൾ എൻ്റെ കൂടെയാണ്, വീട്ടിലുണ്ട്. അവിടെ 10-60 വീട്ടിലുണ്ട്. 60 പോരാ, കുട്ടികൾ ഒഴികെ 60 കുട്ടികൾ. 10-30 കുട്ടികളുണ്ട്. 30 കുട്ടികളുണ്ട്. ഒരു 10-60 വലിയവരുണ്ട്. അതെ അല്ലേ. ഇത് നിങ്ങൾക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സമയങ്ങളിൽ വന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയില്ലുവാണോ? അതെ, ഞാൻ ദിവസവും കൊണ്ടുപോയി. ഇപ്പോൾ അരുൺസ് പറഞ്ഞ ക്ലിനിക്ക് ഉണ്ട്, അരുൺ സാറിൻ്റെ. സാറാണ് ചികിത്സയൊക്കെ എടുക്കുന്നത്. അതുപോലെ റെജിമോൻ സാറുണ്ട്. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമാണത്, പാലക്കാട് ടൗണിൽ എത്തേണ്ട. അതിന് മുന്നേ മിക്ക ദിവസങ്ങളിലും അരുൺ സാറാണ് എല്ലാ ചികിത്സയും ചെയ്യുന്നത്. സർജറി ചിലപ്പോൾ അവിടെ ചെയ്യും, റെജിമോൻ സാർ ചെയ്യും. ബാക്കിയുള്ള ചികിത്സയൊക്കെ ദിവസം ഒരു 5-6 പേര് ഇപ്പോൾ കൊണ്ടുപോകണം കണ്ടില്ലേ. 6 പേരെങ്കിലും മിനിമം ഉണ്ടാവും, 5-6 പേരുണ്ടാവും കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രിപ്പ് വന്നുള്ള 2ാമത് ട്രിപ്പ് പോവാണ്. ഇത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന പാവം അല്ലേ? അടുത്താണ് ഹോസ്പിറ്റല്, വളരെ അടുത്താണ്. 5 കിലോമീറ്റർ ആയ ഹോസ്പിറ്റലായി. ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്ന് പിന്നെ നല്ല കെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നല്ല കെയർ ചെയ്യാണ്ട് പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പണിക്കാർ സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കണില്ല. അത് ക്യാൻസർ വന്നാന്ന് പറഞ്ഞല്ലേ അത്? ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ തന്നെയല്ലേ അവർക്കിപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് വരുന്നത് വെച്ചാൽ, എന്തിനാ നായ്ക്കളെ അങ്ങനെ അടച്ചിട്ടേക്കണത്? ഒരു ചോദ്യം. പുറത്തിട്ടാൽ പറയും എന്തിനാ നായ്ക്കളെ പുറത്ത് പറഞ്ഞാച്ചെന്ന് പറയും. പിന്നെ തെറികളല്ലാണ്ട് ഇവർ പറയും ചില ആൾക്കാരുണ്ട്. എല്ലാവരും ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ശല്യങ്ങളുണ്ടല്ലേ? അങ്ങനെ ശല്യം അത് എൻ്റെ നിങ്ങൾക്കറിയാം. എൻ്റെ വൈറലായ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നോക്കി അറിയാം. മിക്കവാറും അതിൻ്റെ ഇടയിൽ തെറി ചെയ്ത് വരും. അത് മൊത്തം ഇത് കൊടുക്കാനുള്ളതാണോ? ഒരു ട്രീറ്റ്മെന്റിനായിട്ട് ഇവിടെ കിട്ടാനല്ല. അതെല്ലേ. നിനക്കെന്നാ പറ്റിയിടാ? നിനക്കെന്നാ മേലായിക? നിനക്കെന്നാ മേലായിക? പിന്നെ എന്നാ ഏട്ടാ അസുഖം? എന്നാ ഏട്ടാ? എൻ്റെ വയറിൽ വെള്ളം കിട്ടുന്നതാണ്. വെള്ളം കിട്ടും അല്ലേ? എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോൾ കൊണ്ടുവന്ന 2 ആഴ്ചക്ക് മേലെ ഇവിടെ വന്നിട്ട്. അതെ അല്ലേ? റോഡിലാരോ ഉപേക്ഷിച്ചു. അതെയോ? 2 ആഴ്ച ചേട്ടന് കിട്ടിയിട്ടല്ലേ? ടോട്ടൽ ഉപേക്ഷിച്ചു. ഏതോ യജമാനൻ സ്നേഹിച്ച് വളർത്ത. എത്ര വയസ്സുണ്ട് കാണുവിന്? ഏകദേശം 4 വയസ്സുണ്ടല്ലേ? വെള്ളം കിട്ടുന്ന. അപ്പോൾ ഇതിന് തന്നെ ഇതിന് പ്രതിവിധി എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുതന്നെ ഇവിടെ ട്രിപ്പ് ഇടണം അല്ലേ? വെള്ളം ഇതെങ്ങനെ എടുത്തു കളയുവാണോ അല്ലെങ്കിൽ തന്നെ പറ്റി പോവോ? എന്തോ ട്രീറ്റ് ചെയ്ത് മാറും അല്ലേ? വേറെ അവൻ തന്നെ പറ്റിയാൽ കിടക്കുന്നതിന്? വീട്ടിൽ നിന്ന് എന്തൊരു ദൂരം ഉണ്ട് ഇങ്ങോട്ട് ഈ റെസ്ക്യൂ സെൻ്ററിൽ നിന്ന്? 6 കിലോമീറ്റർ അല്ലേ? ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് പറ്റിയിട്ട് നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുതന്നെ? അതല്ലേ. ഡോക്ടർ ഇപ്പം പുറത്ത് എന്തെങ്കിലും ചികിത്സയ്ക്കായിട്ട് പോയേക്കുമായിരിക്കും അല്ലേ? 24 മണിക്കൂറും ഉണ്ടോ ഇവിടെ പ്രവർത്തനങ്ങൾ? രാവിലെ മുതൽ 9 മണി മുതൽ രാത്രി 9 മണി വരെ. രാത്രി 9 മണി വരെ ഉണ്ടല്ലേ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഒരു ഡോഗിനൊക്കെ എത്ര രൂപയൊക്കെ ചികിത്സ വന്നിട്ടുണ്ട് ചേട്ടാ ഈ ആക്സിഡൻ്റൊക്കെ പറ്റി വരുന്നത്? പറയാൻ പറ്റത്തില്ല. നല്ല എമൗണ്ടൊക്കെ വരികയല്ലേ? മനുഷ്യന് അസുഖം വരുന്നേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് മൃഗങ്ങൾക്കുള്ള മെഡിസിനാ വില റേറ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. നീ ഭയങ്കര വാലാട്ടാലോ, നീ ഭയങ്കര ഹാപ്പിയാലോ, നല്ല ഇണക്കമുള്ളതായിരുന്നു തോന്നല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? സജി. എത്ര നാളായി ഇവിടെ കൂടിയിട്ട്? 4 കൊല്ലമായി. ചേട്ടനിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയ ഡോഗിനെ എടുക്കാനായിട്ട് പോകുന്നുണ്ടോ? ഇപ്പം ഏത് സ്ഥലത്താണെങ്കിലും പോകുമല്ലോ, പോയി എടുക്കുമല്ലേ? എടുക്കേണ്ടതാണെങ്കിൽ വിളിച്ച് പറയുമ്പോൾ അപ്പം തന്നെ സമയം പരിധിയൊന്നുമില്ല. രാത്രിയിലാണേലും പോയി എടുക്കുമല്ലേ? ഡോക്ടർ എപ്പോൾ വരും മോനെ? വരുമോ? ഡോക്ടർ നമസ്കാരം. എത്ര കാലമായിട്ട് പ്രതിയുടെ ചികിത്സയായിട്ട് വരാറുണ്ട് ഡോഗിനെ? പ്രതിഭ 2 വർഷത്തിലേറെയായിട്ട് ഇവിടെ വരുന്നുണ്ടല്ലേ? നേരത്തെ ഡോക്ടർ ഇവിടെ ആയിട്ട് എത്ര നാളായിരുന്നു? നമ്മളിത് തുടങ്ങിയിട്ട് 3 വർഷക്കാലമായി അല്ലേ? പെട്ടെന്ന് എന്തൊക്കെ ഇൻസിഡന്റ് ആണ് ഈ ഡോഗിൽ സംഭവിക്കുന്നത്? പ്രദീപ് കൊണ്ടുവരുന്നത് കൂടുതലും ആക്സിഡന്റ് കേസസ്, അതേപോലെ വളരെ വലിയ അസുഖം ബാധിച്ചിട്ട് ഉടമസ്ഥരുടെ റൂട്ടിലൊക്കെ കളയുന്ന ഡോഗ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഡോഗ്സിനെ റെസ്ക്യൂ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെയുള്ളത് അയാളോട് ഒരു ഷെൽട്ടർ നടത്തുന്നുണ്ട്. അതിൽ 300-ലധികം ഡോഗ്സിനെ അയാൾ ഷെൽട്ടറിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ പലതരം അസുഖങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും പല അസുഖങ്ങളുള്ള ആളുകൾ
അതിനെയാണ് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നത്. ഷെൽട്ടറിൽ കാര്യമായിട്ട് അസുഖങ്ങളുണ്ടാവും, അങ്ങനെ ആണ് അവർ കൊണ്ടുവരുന്നത്. ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഷെൽട്ടർ ഉള്ളതിനും പൂർണ്ണമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഇവിടെയല്ല നടത്തുന്നേ? അവിടുന്ന് ഭൂരിഭാഗം ഇവിടെ തന്നെയാണ് നടത്തുന്നത്. ചിലപ്പം പാലക്കാട് ഇതുപോലൊരു ഹോസ്പിറ്റൽ. സ്കിൻ ഡിസീസ് ഉള്ള ഡോഗ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളതിനൊക്കെ എന്താ നമ്മള് അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ മാറുമോ? സ്കിൻ ഡിസീസ് ഉള്ളത് ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറും. ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് പറയുന്നത് എന്താണ് എക്സാക്ട്ലി ആ രോഗമെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമ്മുടെ ഭാഗത്ത് ചെയ്യുന്നത്? അത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. കാരണം ഫംഗസ് കൊണ്ടുണ്ടാകുന്നുണ്ടാകും, ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളാണ്. അതിനപ്പം സ്കിൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രദേശമാണ്. അപ്പൊ അതിന് ഒരുപാട് അസുഖങ്ങളുണ്ടാവും. ഒരുപാട് അസുഖങ്ങൾ ടെസ്റ്റുകളൊക്കെ ഇവിടെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ? എല്ലാ ടെസ്റ്റുകളും നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നല്ലേ? നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യണം, പിന്നെ ഇതിന്റെ സ്കിന്നെ ജെർണ്ടി എടുത്തിട്ട് അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഈ ആക്സിഡന്റ് പെട്ട് കൈ മുറിഞ്ഞു പോകുന്നത്, കാലൊടിഞ്ഞു പോകുന്നത്, അതിനൊക്കെ എന്ത് ട്രീറ്റ്മെന്റ് എവിടെ ചെയ്യുന്നത്? നമ്മള് പ്ലാസ്റ്റർ ചെയ്താൽ നിൽക്കാവുന്ന കേസാണ്. അതല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് നമ്മളിപ്പോൾ കമ്പിയിട്ട് നിർത്താവുന്ന കേസാണെങ്കിൽ അതങ്ങനെ നമ്മൾ ചെയ്യും. അതല്ല ഒരു രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാഗം മുറിച്ച് കളയുക എന്നുള്ളതാണ്. അത് മുറിച്ച് കളഞ്ഞ ഒരുപാട് ഡോഗ്സ് ഇപ്പം പ്രദീപിന്റെ ഷെൽട്ടറിലുണ്ട്. ഞാൻ കണ്ടിരുന്നു. പ്രദീപിന്റെ ഡോക്ടറെ വന്ന കാര്യങ്ങളൊന്നും തിരക്കണം എനിക്ക് അത് തോന്നുന്നു. വലിയ ആക്സിഡന്റ് ആയിരിക്കും. ആ ഒരു കൈയോ അല്ലെങ്കിൽ കാലോ ഫുള്ളായിട്ട് തകർന്നു പോയിട്ടുണ്ടാവും. അപ്പം അത് നമ്മൾ അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യത്തില്ല. അതിനും ഭയങ്കര സഫറിങ് ആയിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതൊരു മേജർ സർജറിയാണ്. ഇപ്പോൾ കാലായാലും കൈയായാലും നമ്മൾ സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്ത്, അപ്പോൾ ഒരു 3 കാലിലാണെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് അവർ നടക്കും, ഒരു പ്രശ്നമില്ല. നമുക്കാണ് തോന്നുന്നത് 3 കാലാണെങ്കിൽ അത് എങ്ങനെ മൂവ് ചെയ്യും. അത് 3 ലിമ്പുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാതെ നടക്കും. പക്ഷെ അതേ സമയം നമ്മളത് ചിലപ്പോൾ നിർത്താൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആകും, അതിൻ്റെ കോംപ്ലിക്കേഷൻ ആകും, അങ്ങനെ പ്രശ്നങ്ങളാണ്. ഇത് എത്ര കോംപ്ലിക്കേഷൻ ആയാലും പ്രദീപിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ബാക്കി നമ്മളെ ഷെൽട്ടേഴ്സോ അല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ ഉടമസ്ഥരുള്ള ഡോഗ്സ് ആണെങ്കിൽ പോലും നമുക്ക് രക്ഷിക്കാൻ സാധിക്കില്ല. അത് പ്രശ്നമാണ്. നമുക്കതിന് മുന്നോട്ട് ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ ദയാവധം നടത്തുന്ന കേസുണ്ട്. പ്രദീപ് ഒരു കാരണവശാലും ദയാവധം നടത്താൻ സമ്മതിക്കില്ല. അത് ജീവിക്കുന്നത്ര കാലം ജീവിക്കട്ടെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരാളാണ്. നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ ഓൾറെഡി പ്രദീപ് അവിടെ പാഞ്ഞെത്തൂലോ. അപ്പം രാത്രിയിലാണെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആണ്, ഇവിടുന്ന് നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ നമുക്ക് രാത്രി 9 മണി വരെയാണ് ഉള്ളത്. അപ്പൊ ഏതെങ്കിലും കേസുകളിലൊക്കെ അയാൾ റെസ്ക്യൂ ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് ഡോക്ടറുടെ ഇത് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡോക്ടർ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. രാത്രി നൈറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ കൈയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് കളയുന്ന കാര്യം പറഞ്ഞല്ലോ, ഇതൊക്കെ ആണെങ്കിൽ എത്ര നാൾ കഴിയുമ്പോൾ ഈ മുറിവൊക്കെ ഉണങ്ങി ഒരു ഇത് കട്ട് ചെയ്ത് കളയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് ഡോഗ് ഓക്കെ ആവും. 11ാമത്തെ ദിവസം സ്റ്റിച്ച് എടുക്കും. ഓക്കെ ആവും അല്ലേ? ഭക്ഷണമൊക്കെ ആ സമയത്ത് ഒരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ അനസ്തീഷ്യയില് ചെയ്യുന്നു. അത് ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്കും അനസ്തീഷ്യയിൽ നിന്ന് റിക്കവർ ചെയ്ത് അത് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് നടക്കും. ഇതിന്റെ അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മള് ചെയ്ത ഒരു അത് ചെയ്തില്ലായിരുന്നു ഞാൻ കുഞ്ഞ് മരിച്ചുപോയെ. ഒരു ചെറിയൊരു പപ്പിയാണ്, വളരെ വീക്കായിരുന്നു. അപ്പൊ നമ്മൾ അനസ്തീഷ്യ കൊടുക്കുമ്പോ അനസ്തീഷ്യ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമോ, അനസ്തീഷ്യ കോംപ്ലിക്കേഷൻ ഉണ്ടായി പോകുമോ എന്നുള്ള ഒരു ഭയത്തോടുകൂടി നമ്മൾ ചെയ്തത്. അപ്പൊ വളരെ സൂക്ഷിച്ചാണ് അനസ്തീഷ്യ കൊടുത്തത്. ആ അനസ്തീഷ്യ കൂടിപ്പോയാൽ സാധനം പോകും, അനസ്തീഷ്യ കുറഞ്ഞു പോയാൽ അതിൽ പെയിൻ ആവും. അപ്പം വളരെ റിസ്കി ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതിപ്പം അത് വളരെ ഹാപ്പി ആയിട്ട് അത് അവിടെ നിൽക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത് റിക്കവർ ചെയ്ത് വരുന്നുള്ളൂ. ആ മാജിക്കൽ റിക്കവറി ഉണ്ടാവുന്നുണ്ട്. നല്ല ഹാപ്പിയാണ്. നമ്മളതിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ കിടക്കുന്നു, അവിടുത്തെ ഏതെങ്കിലും ആനിമൽ ലവേഴ്സ് ഇവർ നമ്പർ കിട്ടി വിളിച്ചു പറയുമ്പോഴൊക്കെയാണ് ഇവർ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് കിട്ടുന്നതിൽ അങ്ങനെ ബ്ലഡ് ലോസ് ആയിട്ട് പ്രശ്നമില്ല. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഉടനെ ഇവിടെ വരും. പലപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് ഡോഗ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ട് വരുന്ന ഡോഗ്സാണ്.
നട്ടലിന് ക്ഷതം സംഭവിച്ചു വരുന്ന അങ്ങനെയുള്ള അവിടെ കിടപ്പുണ്ടല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നോക്കുന്നുണ്ടല്ലോ പതിവ്. അതിനെ തന്നെത്താൻ അത് വലിഞ്ഞ് നടക്കാന്നല്ലാതെ അതില് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പാലിയേറ്റീവ് കെയർ ഒക്കെ ചെയ്യാമെന്നല്ലാതെ ഇപ്പൊ മനുഷ്യന് തന്നെ നട്ടലിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിധി കൂടുതലാണെങ്കിൽ ബെഡ് റിഡൺ ആണ്. അപ്പൊ ബെഡ് റിഡൺ ആയി അവർക്ക് അങ്ങനെ നമുക്ക് ഡോഗ്സിനെ കെയർ ചെയ്യാനായിട്ട് പറ്റില്ല. പ്രധാനമായിട്ടും ഇതുപോലെ 100-300 ഡോഗ്സ് ഉള്ള ഒരു ഷെൽട്ടറിൽ ഒരു കാരണവശാലും പറ്റില്ല. പിന്നെ ബെസ്റ്റ് അത് നമുക്ക് പറയാതിരിക്കുന്നത്. ആക്സിഡന്റ് പറ്റിയ ഈ ഡോഗ്സിന് അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മള് അനസ്തീഷ്യ ആവശ്യമുള്ള കണ്ടീഷനിൽ അനസ്തീഷ്യ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് പെയിൻ അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതല്ലാതെ ഇതിപ്പോ നമ്മളിപ്പോ ഒരു വൂണ്ട് ഡ്രസ് ചെയ്യുന്നത് അതിന് പെയിൻഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെഡേറ്റ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അത് രണ്ട് കാര്യത്തിനുണ്ട്. ഡോഗിന്റെ സ്ട്രെസ് കുറയ്ക്കും, ഡോക്ടറുടെ സ്ട്രെസ് കുറയ്ക്കും, കൊണ്ടുവരുന്ന ആളുടെ സ്ട്രെസ് കുറയ്ക്കും. അല്ലെങ്കിൽ എല്ലാവരും സ്ട്രെസ്ഡ് ആവും. അതിനെ പിടിക്കുന്നു, ബലം പിടിക്കുന്നു, അത് കരയുന്നു, കുറച്ച് കഴിഞ്ഞ് നിൽക്കാണ്ടാവുമ്പോൾ ഡോക്ടറുടെ BP കൂടുന്നു, ഡോക്ടറുടെ ദേഷ്യം വരുന്നു. എന്തിനാണ് അതിന് പോകുന്നത്? അപ്പോൾ നമ്മളൊരു എന്താ പറയുന്നത് അതിന്റെ സഫറിങ്സ് ഏറ്റവും കുറവുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആന്റിബയോട്ടിക് എത്ര നാളത്തിന് ഇങ്ങനെയുള്ള ആക്സിഡന്റ് പറ്റിയതിനൊക്കെ എത്ര ദിവസം എഴുതാറുണ്ട്? അങ്ങനെ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഇത്ര ദിവസം എന്നുള്ളതല്ല. നമ്മളിപ്പോ ഒരു വൂണ്ടാണ്, അല്ലെങ്കിൽ വലിയൊരു വൂണ്ടാണ്, ചിലപ്പോൾ നമുക്ക് 14 ദിവസം വരെ കൊടുക്കേണ്ടി വരും. 14 ദിവസം കൊണ്ടുവരേണ്ടതായിട്ട് വരും അല്ലേ? അല്ല, അത് പലപ്പോഴും നമ്മൾ ആദ്യത്തെ ഇനീഷ്യലായിട്ടുള്ള 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ടാബ്ലറ്റ്സിലേക്ക് മാറി ടാബ്ലറ്റ്സ് അവിടെ കൊടുക്കും. പിന്നെ അത്യാവശ്യം മസിലിൽ കൊടുക്കേണ്ടുന്ന ഇഞ്ചക്ഷനൊക്കെ ആണെങ്കിൽ പ്രദീപിന്റെ അറിവുകളൊക്കെ കൊടുക്കും. അതങ്ങനെ പറ്റുള്ളൂ. കഴിഞ്ഞിട്ടാണെങ്കിൽ നോർമൽ ട്രീറ്റ്മെന്റിൽ നിന്ന് വ്യത്യാസമാണ് ഒരു ഷെൽട്ടറിലെ ട്രീറ്റ്മെന്റ്. അവിടെ എല്ലാറ്റിനും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ വെറ്റിനറി അസിസ്റ്റന്റോ തന്നെ ചെയ്യണമെന്ന് വശി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഷെൽട്ടർ ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പോൾ അവിടെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യാം. ഇങ്ങനെ ചെറിയ ഇഞ്ചക്ഷൻസിന്, ചെറിയ വൂണ്ട് ഡ്രസ്സിങ്ങിന്, അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ്സ് ഒക്കെ അവരെ ട്രെയിൻ ചെയ്ത് അവരെ കൊണ്ട് ഭംഗിയായിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു ഷെൽട്ടറിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. ആവശ്യമുള്ള അതല്ലെങ്കിൽ ഡോക്ടർ കാണേണ്ടതാണ് എന്ന് തോന്നുന്നതിന് മാത്രം കൊണ്ടുവരിക. അങ്ങനെ കാണുന്നതിന് കൊണ്ടുവരുന്ന പോലും 6-7 കേസ് പെർ ഡേ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല എമൗണ്ട് ആകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹ്യൂമന് വരുന്ന എക്സ്പെൻസിനെക്കാരും രോഗങ്ങളുണ്ടാകും വരുന്ന എക്സ്പെൻസിനെക്കാരും കൂടുതൽ ഈ ആനിമൽസിന് എക്സ്പെൻസ്, അതായത് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ എമൗണ്ട് കൂടുതലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെയില്ല. കാരണം എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡിപ്പെൻസ്. അത് എന്താണ് അസുഖം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. പിന്നെ മെഡിസിൻസ് ഇപ്പം ഹ്യൂമൻ മെഡിസിൻസ് ആണെങ്കിലും വെറ്ററിനറി മെഡിസിൻസ് ആണെങ്കിലും ഒരേപോലെ കോസ്റ്റ്ലിയാണ്. അത് അതിന്റെ രീതിയിൽ വരും. അത് ഏത് അസുഖമാണ് എന്ന് നോക്കിയിട്ടാണ് അതിന്റെ സംഭവങ്ങൾ വരും. പ്രദീപിന്റെ കേസില് നമ്മൾ വേറൊരു രീതിയിലാണ് പ്രദീപിനെ സഹായിക്കുന്നത്. ഇതിന് നമ്മളൊരു നോ ലോസ് നോ പ്രോഫിറ്റ് ബേസിൽ നമ്മളിപ്പോ ഒരു 10 മില്ലിയുള്ള ഒരു ഇഞ്ചക്ഷനാണ്. അതിന് നമ്മൾ 1 മില്ലിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ 1 മില്ലിയുടെ റേറ്റ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പ്രദീപ് അത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പ്രദീപ് 10 മില്ലിയുടെ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന നമ്മുടെ കൺസൾട്ടേഷൻ ഫീസ് മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കൗണ്ടഡ് സംഭവങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളും എന്താ പറയുന്നത് ഇതൊരു കാര്യപ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത്. മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ പ്രദീപിന്റെ ഈ നായ്ക്കളോട് കാണിക്കുന്ന സമീപനത്തെ കുറിച്ച് ഡോക്ടറിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് എന്താ പറയാനുള്ളത്? ഞാൻ ആദ്യം പ്രദീപിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്താണ് സംഭവം എന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം മുമ്പാണ്. എനിക്ക് അയാളെ പരിചയമൊന്നുമില്ല. അയാളുടെ ഒരു വണ്ടി മറ്റേ അനിമൽ സനാതന ആശ്രമം പറഞ്ഞിട്ട് ഒരു വണ്ടി വരുന്നു, കുറച്ച് ഡോഗ്സിനെ കൊണ്ടുവരുന്നു, ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ സാധാരണഗതിയിൽ ഇയാൾക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാക്കിയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് 100-300 ഡോഗ്സ് ഉണ്ട്. അയാളുടെ അമ്മ ഇയാളും കൂടെ ഒരുമിച്ച് താമസിക്കുന്നു. വീട്ടിലെ 10-30 ഡോഗ്സിനെ കൊണ്ടുവരുന്നുണ്ട്. പപ്പീസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വയ്ക്കുന്നു. അപ്പോഴും ഞാനിങ്ങനെ അയാളിങ്ങനെ
ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ഒരു അനിമൽ ലവേഴ്സ്, അനിമൽ ചാരിറ്റി ഉള്ള ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇതിനെ പബ്ലിസൈസ് ചെയ്യുകയും വലിയ രീതിയിൽ അതിന് ഫണ്ട്സ് മൊബിലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുപോലുള്ള ഒരാളാണോ ഇയാളെന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇയാൾ ചെയ്യുന്നതിന്റെ 100-ൽ 1 അംശം പോലും ഇയാൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ കൂടെ ഇയാൾ ഏതെങ്കിലും വരുന്ന ഉടനെ സഹായത്തിൽ വെച്ചിട്ടുള്ള ഒരു നമ്പറും കാര്യങ്ങളും ഒന്നും ഇയാൾ കൊടുക്കുന്നില്ല. പലപ്പോഴും ഇയാളുടെ സ്വർണം പണയം വെച്ചിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഇയാളുടെ ചേട്ടൻ്റെയോ ആരുടെയോ ഒരു സ്വർണം എടുത്തു കൊടുക്കാനായിട്ട് കല്യാണമായിട്ട് ബന്ധപ്പെട്ട് അയാൾ മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് സ്വർണം പണയം വെച്ചിട്ടുണ്ട്. അത് എടുത്തു കൊടുക്കാനായിട്ട് ഒരു 10,000 രൂപയുടെ കുറവുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ച് പോയിട്ട് ആ സ്വർണം എടുത്തു കൊടുത്ത ഒരാളാണ്. അപ്പം അയാൾക്ക് അങ്ങനെ ഒരു മണി മോട്ടീവോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു പൈസ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ പ്രദീപ് ഇവിടെ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും പ്രദീപിനെ അവരെ പരിചയമില്ലെങ്കിലും പല ആളുകൾക്കും പ്രദീപിനെ അറിയാം. ചേട്ടൻ ഇന്ന ആളല്ലേ, ചേട്ടൻ റെസ്ക്യൂ ചെയ്യുന്നതല്ലേ, അവര് അപ്പം ഈ മേഖലയിൽ അയാളൊരു അറിയപ്പെടുന്ന ഒരാളാണ്. അയാൾ ഈ മേഖലയിൽ എന്താ പറയുന്ന ഒരു മണി മോട്ടീവ് അല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ഏകദേശം ഒരു ചാക്ക് അരി വേണം ഒരു ദിവസം അയാളുടെ. 80 കിലോ അരി വെക്കണം എന്ന് പറയാം, 450. അപ്പൊ അത്രയും പൈസ മെഡിസിൻ അത് കൂടാതെ മെഡിസിൻ അത് കൂടാതെ കാര്യങ്ങൾ വരുന്നുണ്ട്. വാക്സിനേഷൻസ് എല്ലാറ്റിനും വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നുണ്ട്. അസുഖം വരാതിരിക്കാനുള്ള മൾട്ടിമോണൽ വാക്സിൻ എല്ലാറ്റിനും എടുക്കുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് മരണം സംഭവിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞാലും അത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ. അവിടെ മരണം നോർമലി സംഭവിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരണം സംഭവിക്കുന്ന ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡോഗ് ഉണ്ട്. അതിന് അസുഖമായി കഴിഞ്ഞ് അതിന് അസുഖമായി കഴിഞ്ഞപ്പോൾ ആരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ഡോഗാണ്. അതിന് നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അതിനെ നമ്മൾ 4-5 ദിവസമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പക്ഷെ ബ്ലഡ് വാല്യൂസ് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതിന്റെ ലിവർ ഇപ്പോഴും പ്രശ്നത്തിലാണ്. അസൈറ്റീസ് ആണ്. അപ്പോൾ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ നോർമലി മരണം സംഭവിക്കാം. എല്ലായ്പ്പോഴും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപൂർണമായിട്ട് ഹെൽത്തി ഡോഗ്സിനെ അല്ലല്ലോ, റെസ്ക്യൂ ഡോഗ്സ് ആണ്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഡോഗ്സ് ആണ്. ഇയാളുടെ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നു. ഒരു ഡോഗിന്റെ ചെവി പോയതായിട്ട് കണ്ടായിരുന്നു. ചെവി ആക്സിഡന്റിൽ എന്തോ ചെവി നഷ്ടപ്പെട്ടതായിട്ട് ഡോക്ടറാണ് അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഇവിടെ എല്ലാം നമ്മളാവുമല്ലോ. ചെവി പോയതിനൊക്കെ ബ്ലീഡിങ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ലോസ് ആവുക അല്ല, അത് ചെവി പോയി കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ കിട്ടുന്നത്. നമ്മുടെ ഇത് വരുമ്പോ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അതിൽ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കുക, അതിന്റെ ഹെൽത്ത് ഫാക്ടേഴ്സ് നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മിക്കവാറും സ്ട്രേ ഡോഗ്സ് ആയിരിക്കും, തെരുവുനായ്ക്കളായിരിക്കും. അതിൻ്റെതായിട്ടുള്ള കുറെ ഹെൽത്ത് പ്രോബ്ലംസ് അതിനുണ്ടാവും. നമുക്കിപ്പോൾ തോന്നും അതിന് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ മിക്കവാറും ഇതിനും അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അത് അഡ്രസ് ചെയ്യുക, അതിന് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇതിന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം അപ്പൊ അതായത് ഇങ്ങനെ മുറിവുകളൊക്കെ പറ്റി കഴിഞ്ഞാൽ അതെല്ലാം ക്ലോസ് ആയതിനു ശേഷമാണ് ഈ പേവിഷബാധയ്ക്കുള്ള കുത്തിവെപ്പെടുക്കുന്നത് അല്ലേ? ഇതെല്ലാം അസുഖങ്ങളെല്ലാം പൂർണ്ണമായി പേവിഷബാധയ്ക്ക് മാത്രമല്ല, അവിടെ എല്ലാറ്റിനും ഡിസ്റ്റംബർ, പാർവോ അതൊക്കെ വരാതിരിക്കാനുള്ള വാക്സിൻസും കൊടുക്കുന്നുണ്ട്. കാരണം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കനലിൽ ഒരു പാർവോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കനൽ ഡിസ്റ്റംബർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം എല്ലാറ്റിനും അപ്പം അത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് പുറത്തുനിന്ന് എടുക്കുന്ന പപ്പീസിൽ ഏതെങ്കിലും ഡിസ്റ്റംബറോ പാർവോ ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനുള്ള സംവിധാനങ്ങളോ ഉണ്ട്. കുഴപ്പമില്ല. റെഗുലറായിട്ട് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവരുന്നതിന് അത് എന്താണോ ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. എന്ത് മെഡിസിൻസ് ആണോ കൊടുത്തുവിടേണ്ടത് അത് കൊടുത്തുവിടുന്നുണ്ട്. അത് പ്രദീപ് ഇവിടെ പൈസ തരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കാം. നമ്മൾ ഒറ്റ ഇതാണ് ഇത് ഉണ്ടാവുന്ന അങ്ങനെ തരും എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഇത്രയും വിലയേറിയ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർക്ക് താങ്ക്സ്. ഓക്കെ.